അപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് ധാരാളം അവാർഡുകളുണ്ട്. അത് ചിലത് വരുമാനത്തിന് വേണ്ടിയുള്ള അവാർഡുകളുണ്ട്. അതായത് ഈ സ്വകാര്യ അവാർഡുകൾ, അത് അവരവർക്ക് വരുമാനത്തിന് വേണ്ടി ഏർപ്പെടുത്തപ്പെട്ടിട്ടുള്ള പല അവാർഡുകളുമുണ്ട്. അപ്പോൾ ഈ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ പ്രലോഭനങ്ങൾ നമ്മുടെ ചുറ്റും ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന്നറിയാം, നമ്മൾ വിചാരിച്ചാൽ കൊടുക്കാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു. പക്ഷേ ഇത്തരം അവാർഡുകളിൽ ഏറ്റവും മെച്ചമെന്ന് പറയുന്നത് സർക്കാർ അവാർഡ് തന്നെയാണ്. കാരണം സർക്കാർ അവാർഡിലേക്ക് ചെല്ലുമ്പം തന്നെ എല്ലാവർക്കും, ഈ ജൂറിയിലുള്ളവർക്കൊക്കെ കുറച്ചുകൂടി ഗൗരവമുണ്ട്. ചുമ്മാ ഒരാൾക്ക് എടുത്തു കൊടുക്കാൻ പറ്റിയതല്ല എന്നുള്ളത്. അത് എല്ലാ തലങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മുടെ നാട്ടിലെ ഈ സിവിലിയൻ അവാർഡുകൾ, അതിൻ്റെ ചരിത്രം ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ എപ്പോഴും ഭരിക്കുന്ന ആളുകളുടെ ഇഷ്ടത്തിനാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ അങ്ങനെ കുറച്ചു കാലം ചെന്നപ്പോഴേക്ക് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഇത് വിലയ്ക്ക് വാങ്ങാം എന്നുള്ളൊരു സ്ഥിതി വന്നു. വലിയ വലിയ പണക്കാർക്കൊക്കെ പത്മശ്രീ കിട്ടാൻ തുടങ്ങി.